ന്യൂയോർക്കിലെ മാഡിസൺ സ്ക്വയർ ഗാർഡനിൽ RSS തലവൻ മോഹൻ ഭാഗവത് പങ്കെടുക്കുന്ന യൂണിവേഴ്സൽ വൺനെസ് സെലിബ്രേഷൻ പരിപാടി അമേരിക്കൻ രാഷ്ട്രീയത്തിലും നയതന്ത്ര തലത്തിലും വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. ശക്തമായ പ്രതിഷേധമാണ് പരിപാടിക്കെതിരെ ഉയരുന്നത്. വാക്പോരുകൾക്കും അക്കൗണ്ട് സസ്പെൻഷൻ വിവാദങ്ങൾക്കും പ്രതിഷേധാഹ്വാനങ്ങൾക്കും നടുവിൽ കനത്ത സുരക്ഷയിലാണ് പരിപാടിക്ക് അരങ്ങൊരുങ്ങുന്നത്. ന്യൂയോർക്കിലെ പ്രശസ്തമായ മാഡിസൺ സ്ക്വയർ ഗാർഡനിൽ ഓഗസ്റ്റ് 29-ന് യൂണിവേഴ്സൽ വൺനെസ് സെലിബ്രേഷൻ എന്ന പേരിലാണ് പരിപാടി നടക്കുന്നത്. RSSന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി US, കാനഡ, UK തുടങ്ങിയ രാജ്യങ്ങളിൽ മോഹൻ ഭാഗവത് നടത്തുന്ന പര്യടനത്തിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. പരിപാടിയെ ചൊല്ലി വലിയ നയതന്ത്ര രാഷ്ട്രീയ തർക്കങ്ങളാണ് അമേരിക്കയിൽ ഉയരുന്നത്. RSSന്റെ പ്രത്യയശാസ്ത്രത്തോട് ശക്തമായ വിയോജിപ്പുണ്ടെന്ന് ന്യൂയോർക്ക് സിറ്റി മേയർ സുഹ്റാൻ മംദാനി പരസ്യമായി വ്യക്തമാക്കിയിരുന്നു. RSSന്റേത് ഭിന്നിപ്പിക്കുന്ന നിലപാടാണെന്ന് ആരോപിച്ച മേയർ എങ്കിലും ഒരു സ്വകാര്യ ചടങ്ങ് വിലക്കാൻ നഗരഭരണകൂടത്തിന് നിയമപരമായി അധികാരമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതേ തുടർന്ന് പരിപാടിയുടെ സംഘാടകരായ അമേരിക്കൻ ഹിന്ദുസ് ഫോർ എൻഗേജ്മെന്റ് ആൻഡ് ഡയലോഗ് ഫോറത്തിന്റെ എക്സ് അക്കൗണ്ട് സസ്പെൻഡ് ചെയ്യുകയും പുനഃസ്ഥാപിക്കുകയും ചെയ്തു. പരിപാടിയോടനുബന്ധിച്ച് മാഡിസൺ സ്ക്വയർ ഗാർഡന് പുറത്ത് പ്രതിഷേധ പ്രകടനങ്ങൾ നടത്താൻ ഹിന്ദു ഫോർ ഹ്യൂമൻ റൈറ്റ്സും മറ്റ് സമാന ചിന്താഗതിക്കാരായ സംഘടനകളും പദ്ധതിയിട്ടിട്ടുണ്ട്. ഇന്റർനാഷണൽ റിലീജിയസ് ഫ്രീഡം ഈ പരിപാടിയെ വിമർശിക്കുകയും മോഹൻ ഭഗവത്തിന്റെ വിസ റദ്ദാക്കണമെന്ന് അമേരിക്കൻ ഗവൺമെന്റിനോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ കമ്മീഷന്റേത് മുൻവിധിയോടെയുള്ളതും പ്രകോപനപരമായ നിലപാടാണെന്ന് വ്യക്തമാക്കി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഈ ആവശ്യത്തെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. വിവിധ അവകാശ സംഘടനകൾ പരിപാടിക്കെതിരെ പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്ത പശ്ചാത്തലത്തിൽ മാഡിസൺ സ്ക്വയർ ഗാർഡൻ പരിസരത്ത് കനത്ത സുരക്ഷയാണ് അധികൃതർ ഒരുക്കിയിരിക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, കൈരളി ന്യൂസ്.